ബബിത അലീനയുടെ ഡ്രസ്സെല്ലാം കീറിക്കളഞ്ഞ കാര്യം ബാലേന്ദ്രൻ അറിയുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രനാണെങ്കിൽ വൈകുന്നേരം വീട്ടിലേക്ക് വരാൻ കേട്ടോ. കയ്യിൽ നിറയെ കുറെ കവറുണ്ട്. അപ്പോഴേക്കും കൃഷ്ണമോൾ ഓടി വന്ന് എന്താച്ചാ ഇത് എന്ന് ചോദിക്കാണ്. ഇത് കുറച്ച് ഡ്രസ്സാ മോളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ബബിതയും അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആർക്കാ ഡ്രസ്സ് എന്ന് ചോദിക്കുമ്പം വേറെ ആർക്കാ, എന്റെ മോക്കാണ് എന്ന് പറയുമ്പം കൃഷ്ണമോള് ഞങ്ങൾക്കാണോ അച്ഛാ എന്ന് ചോദിക്കുമ്പം നിങ്ങൾ മാത്രമുള്ളൂ എനിക്ക് മക്കളായിട്ട്, അലീന എന്താ എന്റെ മക്കളല്ലേ എന്ന് ചോദിക്കാണ്. ഓ അല്ല ചേച്ചിക്കാണോ എന്ന് ചോദിക്കുമ്പം അതേന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അലീന അങ്ങോട്ടേക്ക് ചായം കൊണ്ട് വരാണ്. ദാ ഇത് നിനക്കുള്ള ഡ്രസ്സാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ബബിത ചോദിക്കാണ്, ഇത് എവിടുത്തെ ന്യായ? അച്ഛന്റെ സ്വന്തം മക്കള് ഞങ്ങൾ തന്നെയല്ലേ, എവിടുന്ന് വലിഞ്ഞു കയറി വന്ന ഇവൾക്ക് ഇതൊക്കെ കൊടുക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? മിണ്ടിപ്പോകരുത്, നീ കാരണമാണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത്. ഇത്രയും കാലമായിട്ട് ഞാൻ അവൾക്ക് അങ്ങനൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. നീയല്ലേ അവളുടെ ഡ്രസ്സെല്ലാം കീറിക്കളഞ്ഞത് എന്ന് ചോദിക്കുമ്പം അവളൊന്നും മിണ്ടുന്നില്ല കേട്ടോ. ആണെന്നൊക്കെ എനിക്കറിയാം, നീയും നിന്റെ ആങ്ങളെയും കൂടി ഇവിടെ കാണിച്ചു കൂട്ടുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ലെന്നാണോ നീ കരുതിയത്? എന്തായാലും അതിനുള്ള മറുപടിയാ അതായത്. അലീന നിനക്ക് ചേരുവ നോക്ക്, നീ ഇടുന്ന സൈസിലുള്ള ഡ്രസ്സുകളാണ് ഞാൻ വാങ്ങിയത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃഷ്ണമോളെയും കൂട്ടി നീ പോയി മാറി മേടിച്ചാ മതി. അയ്യോ അച്ഛാ, എനിക്ക് 2-3 ജോഡി ഡ്രസ്സ് മതി, ഞാൻ അലക്കി മാറിയിട്ടോളാം. അതിന്റെ ആവശ്യമൊന്നുമില്ല, നീ ഇവിടുത്തെ ജോലിക്കാരിയൊന്നുമല്ല, ബാലേന്ദ്രന്റെ മകളാണ്, ആ ഒരു ഓർമ്മ നിനക്ക് വേണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ ഡ്രസ്സുകളെല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ബബിത ദേഷ്യപ്പെട്ട് മുകളിലേക്ക് കയറിപ്പോവാണ്. അലീനയും ബബിതയും കൂടി മുറിയിലേക്ക് പോയിട്ട് ആ ഡ്രസ്സെല്ലാം വെച്ച് നോക്കുകയാണ്. ആഹാ ചേച്ചി, ഇതെല്ലാം അടിപൊളിയായിട്ടുണ്ടല്ലോ. അപ്പോഴേക്കും പ്രൈസ് ടാഗ് നോക്കിയിട്ട് എന്റെ ഈശ്വര, 2000 രൂപയോ? അച്ഛൻ എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചത്? ഞാൻ ഇത്രയ്ക്കും കൂടിയ ഡ്രസ്സൊന്നും ഇടാറില്ല, നീ കണ്ടതല്ലേ. ഞങ്ങൾക്ക് തുണിയെടുക്കും, അതിനുശേഷം അവിടെ തന്നെ ഞങ്ങൾ തന്നെ സ്വന്തമായി തയ്ക്കും. അങ്ങനെ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഡ്രസ്സിന് 200 രൂപയെ ചെലവാവുള്ളൂ. ഈ പൈസ ഉണ്ടെങ്കിലേ 10 ഡ്രസ്സ് എടുക്കായിരുന്നു. ചേച്ചി, അച്ഛൻ പറഞ്ഞാൽ കേട്ടതല്ലേ, ഇത്രയും കാലം ചേച്ചി അങ്ങനെയൊക്കെ ജീവിച്ചു. അപ്പോ ചേച്ചിക്ക് ആരും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോ അമ്മ, അച്ഛൻ, കുടുംബക്കാര്, ഇത്രയും വലിയ വീട് എല്ലാം ഉണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ലല്ലോ. ഉള്ളതും കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്ന് പറയുമ്പോൾ എന്റെ മനസ്സ് അങ്ങനെ ചിന്തിക്കില്ല മോളെ. കാരണം അനാഥാലയത്തില് ഇപ്പോഴും കിടക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ആരെങ്കിലും ഭക്ഷണം കൊണ്ട് തരുന്നതും അവരുടെ പഴയ ഡ്രസ്സുകൾ കൊണ്ട് തരുന്നത് നോക്കി ഞങ്ങളൊക്കെ ഇരുന്നിട്ടുണ്ട്. കളിപ്പാട്ടങ്ങളും ഓരോരുത്തർ കൊണ്ടുവന്ന സ്വീറ്റ്സും ഒക്കെ ആഗ്രഹിച്ച് എത്ര ദിവസം ഞങ്ങൾ ഇരുന്നിട്ടുണ്ടെന്ന് മോക്ക് അറിയോ എന്നൊക്കെ ചോദിച്ച് കരയുമ്പോ, സാറില്ല ചേച്ചി, അങ്ങനെ നടന്ന ചേച്ചിയല്ലേ, അതുകൊണ്ട് ഇനിയിപ്പം നല്ല ഡ്രസ്സൊക്കെ ഇടണം. ദേ ഇതൊക്കെ എവിടെ പോകാനിടാനൊക്കെ നല്ലതാ, നല്ല വർക്കൊക്കെ ഉള്ളതല്ലേ. ദേ ഇതെല്ലാം വീട്ടിലിടാം, കോഡ് സെറ്റാ. അയ്യോ ഞാൻ ഇതുപോലൊന്നും ഇടാറില്ല മോളെ. അത് സാരമില്ല, ഇടണം. ഇപ്പൊ രേവതിക്കുട്ടി എങ്ങനെ നടക്കുന്നെന്ന് ചേച്ചി കണ്ടില്ലേ, അങ്ങനെ മാറി നടക്കണം, എപ്പോഴും ഒരുങ്ങി സുന്ദരിയായിട്ട് നടക്കണം. ഞാൻ എന്തിനാ മോളെ ഒരുങ്ങി ചമഞ്ഞ് നടക്കുന്നത്? അല്ല മനുവേട്ടൻ വരുമ്പോ ഉറങ്ങാറുണ്ടല്ലോ, ഒന്ന് പോടി അവിടുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അലീന അവളെ അടിക്കാനായിട്ട് കയ്യങ്ങുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് കൃഷ്ണ പറയാണ്, എല്ലാം ചേച്ചിക്ക് കൃത്യ അച്ഛാ, പിന്നെ വില കൂടിപ്പോയെന്നും പറഞ്ഞ് അവൾ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. 200 രൂപയ്ക്കാണ് ചേച്ചി ഡ്രസ്സ് മേടിക്കാറെന്ന്, ഇതിപ്പം ഒരു ഡ്രസ്സിനാണ് 2000 ആയെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇല്ലായ്മയിൽ നിന്ന് വളർന്നു വന്നല്ലേ അവരൊക്കെ, അതുകൊണ്ട് അവളൊക്കെ അങ്ങനെ പറയുള്ളൂ. ഇവിടെ ഉണ്ടല്ലോ 1-2 കാശിന്റെ അഹങ്കാരം അല്ലാതെ എന്ത് പറയാനാ? കാശുള്ളത് കൊണ്ട് എന്നും കാണിച്ചു കൂട്ടാന്ന് വെച്ച് നിന്റെ ചേച്ചിയും ആങ്ങളെയൊക്കെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നെന്ന് നിനക്ക് വല്ല പിടിയുണ്ടെന്ന് ചോദിക്കുമ്പം മനസ്സിലാവുന്നുണ്ടച്ചാ, രോഹിയേട്ടന്റെ സ്വഭാവം ഇപ്പൊ അത്ര നല്ലതല്ല. അച്ഛൻ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. രോഹിയേട്ടൻ കൈവിട്ട് പൊയ്ക്കൊണ്ടിരിക്കാന്നല്ല മോളെ, കൈവിട്ട് പോയി. ഇനിയിപ്പം പിടിച്ചെഴുന്നേപ്പിക്കാനേ വലിയ പാടാ. എല്ലാത്തിനും സപ്പോർട്ടായിട്ട് അവന്റെ അമ്മയുണ്ടല്ലോ, പിന്നെ ഞാൻ എന്ത് പറയാനാ? അവൾ അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ എനിക്കൊരു ഡിവോഴ്സ് നോട്ടീസ് അയച്ചിട്ട് ഒരു ഫ്ലാറ്റ് എടുത്ത് മാറാനാ അവളുടെ തീരുമാനം. അങ്ങനെയാണെങ്കിൽ അവളുടെ മോളെയും മോനെയും കൂടി അവളെ കൊണ്ടുപോകാതിരിക്കും. പിന്നെ അവർക്ക് സുഖമായല്ലോ, എല്ലാവർക്കും കൂടി അടിച്ചു പൊളിച്ച് ജീവിക്കാം. മോന്റെയും മോളുടെയും ജീവിതം നശിക്കുന്നത് അവൾക്ക് നേരിട്ട് കാണുകയും ചെയ്യാം എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രൻ അയാളുടെ മുറിയിലേക്ക് കയറി ചെല്ലാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് കട്ടിലിൽ കിടന്നിട്ട് ആലോചിക്കാണ്. അന്ന് മനു വന്നിട്ട് പറഞ്ഞല്ലോ അലീനനെ അവളുടെ സ്വന്തം അമ്മേനെ അറിയിക്കണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങള്, ആ ഒരു കാര്യമൊക്കെ അയാൾ ആലോചിക്കാണ്.
അലീന അവളുടെ മകളാണെന്ന് പറയാനുള്ള അവകാശം അലീനയ്ക്കുണ്ട്, വൈജയന്തിക്കുണ്ടെന്ന് ഭാനു പറഞ്ഞല്ലോ. അത് നമ്മുടെ ബാലേന്ദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആലോചിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ വൈജിയാണെങ്കിൽ അഹങ്കാരത്തോട് കൂടിയിട്ട് ഡിവോഴ്സിന് പേപ്പർ അയക്കാൻ പോവാണെന്ന് പറഞ്ഞല്ലോ. അതും കൂടെ ഓർക്കുമ്പോഴേക്കും അവന് നല്ല ദേഷ്യം വരാൻ കേട്ടോ. ഒരുപക്ഷെ വൈജി ഒന്ന് ഒതുങ്ങിയെങ്കിൽ, വൈജി ഇച്ചിരിയെങ്കിലും ഒന്ന് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചെങ്കിൽ ഉറപ്പായിട്ടും ബാലേന്ദ്രൻ അമ്മയും മകളെ ഒന്നിപ്പിച്ചേനെ. ഇതിപ്പോ വൈജ ഒരു നടക്കും പോവാത്തോണ്ട് തന്നെ ബാലേന്ദ്രനും അവൾ അങ്ങനെ അറിയണ്ടായെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ കൃഷ്ണമോൾ പറഞ്ഞ കാര്യം ബാലേന്ദ്രന് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ, രോഹിത്തിന്റെ കാര്യം. അങ്ങനെ രോഹിത്തിന്റെ മുറിയിലേക്ക് ബാലേന്ദ്രൻ ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴേക്കും രോഹിത്താണെങ്കിൽ ആകെപ്പാടെ കിറങ്ങിയടിച്ച അവസ്ഥയിൽ ഇരിക്കുകയായിരിക്കും. കഥക് തുറന്ന് അകത്തോട്ട് കയറിയിട്ട് കഥക് ലോക്കിയാണ്. എന്താച്ചാ എന്താണ് നിനക്കറിയില്ലേടാ, 3 പെൺപിള്ളേരുള്ള വീടായത്. ആ സമയത്താണോ നീ തോന്നിവാസം കാണിച്ച് ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്ന് ചോദിക്കുമ്പം ഞാൻ ഇന്ന് തോന്നിവാസം കാണിച്ചു. എന്ന് തോന്നിവാസം കാണിച്ചെന്നോ? ആ ഹരിയുടെ കൂടെ കൂടി നീ കാണിക്കുന്ന പേക്കൂത്തുകളെല്ലാം ഞാൻ അറിയുന്നില്ലെന്നാണോ നീ വിചാരിച്ചത്? എല്ലാം ഞാൻ അപ്പ അറിയുന്നുണ്ട്. നിന്റെ മാത്രമല്ല, നിന്റെ പെങ്ങളെ ഇപ്പോ അഴിഞ്ഞാടി നടക്കുക. അതിനെക്കുറിച്ച് നിനക്ക് വല്ല ബോധമുണ്ടോ എന്ന് ചോദിക്കാണ്. ഇനി മേലാൽ ഇത് എന്റെ വീടാ, ബാലചന്ദ്രമേനോന്റെ വീട്. ഇവിടെ നീ മദ്യപിച്ചിട്ട് കയറിനെങ്ങാണം ഞാൻ അറിയണം. നിന്റെ തോന്നിവാസമൊക്കെ ഈ പടിക്ക് പുറത്ത് എന്നും പറഞ്ഞുകൊണ്ട് കഥക് വലിച്ചടച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവൻ ഷേ എന്നും വെച്ചുകൊണ്ട് കട്ടിലേക്ക് ഇരിക്കുകയാണ് ദേഷ്യപ്പെട്ട്. അങ്ങനെ ബബിതയുടെ റൂം തുറന്ന് കയറുമ്പോഴേക്കും അവള് ഫോണിൽ ചാറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. അച്ഛനെ കണ്ടുടനെ ഫോണങ്ങ് മാറ്റിയേക്കാണ്. എന്തിനാ നീ മാറ്റി വെക്കുന്നത്? ചാറ്റ് ചെയ്യ, ഏതവരോടാണെന്ന് വെച്ചാലേ നന്നായി ചാറ്റ് ചെയ്തോ. നീയും നിന്റെ അമ്മയെ പോലെ തന്നെയാ, അവളുടെ അതേ സ്വഭാവം നിനക്കും എന്ന് പറയുമ്പോൾ അവൾ ചോദിക്കുകയാണ്, അതിന് അമ്മ ഇന്ന് തെറ്റ് ചെയ്തു? അച്ഛനല്ലേ തെറ്റുകളെല്ലാം ചെയ്തത്, ആ തെറ്റാണല്ലോ താഴെ വന്ന് നിൽക്കുന്നത് എന്ന് പറയുമ്പം ഇതിനുള്ള മറുപടി പറയാനൊക്കെ എനിക്കറിയാം, പക്ഷേ അത് വേണ്ടെന്ന് വെച്ചിട്ടാ. മോള് മര്യാദക്ക് ജീവിച്ചാലേ നിനക്ക് കൊള്ളാം. നിന്റെ കള്ളത്തരങ്ങളെല്ലാം ഞാൻ പതിയെ പതിയെ അറിയുന്നുണ്ട്. എന്നാ നിന്നെ പിടികൂടാൻ പോണേന്ന് നീ ഓർത്തു വെച്ചോ, അന്ന് നിനക്ക് സുഖമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഡോറ് വലിച്ചടച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അങ്ങനെ ബബിതയും രോഹിത്തും ആകെപ്പാടെ ദേഷ്യപ്പെട്ട് കലിപ്പിച്ചിരിക്കുകയാണ്. രണ്ടുപേർക്കും ബാലേന്ദ്രനോടുള്ള ദേഷ്യം തീർക്കാൻ പോകുന്നത് അലീനോടാണ് കേട്ടോ. അങ്ങനെ ബാലേന്ദ്രനാണെങ്കിൽ നേരെ ഗംഗേട്ടനെ വിളിക്കുകയാണ്. എന്നിട്ട് മനു പറഞ്ഞ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാന് അവളോട് അവളുടെ മകളാണ് അലീന എന്ന് പറയണമെന്നാണ് മനു പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾ പറഞ്ഞല്ലോ, അവൾ ആത്മഹത്യ ചെയ്യുന്നു. അല്ല, എന്താ തീരുമാനം? ഞാൻ പറയണോ? വേണ്ട ബാല, അതൊന്നും അറിയിക്കണ്ട. കാരണം അവർക്ക് പരസ്പരമുള്ള അവകാശം ഉണ്ടായിരിക്കാം. പക്ഷേ അലീന മകളാണെന്ന് പറഞ്ഞാൽ അവൾ ആകപ്പാടെ തകർന്നു പോവും. അത് മാത്രമല്ല, ബാലനറിഞ്ഞെന്ന് പറഞ്ഞാലേ അവളൊരു പക്ഷേ ഈ ജീവൻ പോലും അവസാനിപ്പിച്ചെന്ന് വരും. ഞാനും അറിയിക്കാന്നൊക്കെ ഓർത്തായിരുന്നു. അവളുടെ മകള് അറിയട്ടെ, ആ സ്നേഹം അറിയട്ടെ എന്നൊക്കെ പറഞ്ഞ് അറിയിക്കാൻ തുടങ്ങി. ഞാൻ ഇന്നലെ അവളെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോഴേ അവള് പറയാം, അവിടുന്ന് ഇറങ്ങുന്ന താമസേ ഉള്ളൂ, വക്കീൽ നോട്ടീസ് അയക്കാൻ പോവാണെന്നും പുതിയൊരു ഫ്ലാറ്റ് എടുത്ത് അങ്ങോട്ടേക്ക് മക്കളെ കൊണ്ട് മാറി താമസിക്കാൻ പോവാന്നൊക്കെയാ അവള് പറയുന്നത് എന്ന് പറയുമ്പം ഗംഗേട്ടൻ പറയാണ്, അതൊന്നും ബാലൻ ചെവി കൊള്ളണ്ട. അവളുടെ അഹങ്കാരമൊക്കെ ഞാൻ മാറ്റിക്കൊടുത്തോളാം. ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവള് വേറെ വീടെടുത്ത് താമസിക്കാനൊന്നും പോണില്ല, ഡിവോഴ്സ് പേപ്പർ അയക്കാനും പോണില്ല എന്ന് പറയുമ്പോൾ ബാലൻ പറയാണ്, അതെ, ആള് വേറെയാ ഗംഗേട്ടാ, വൈജയന്തി. നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന ആളല്ല. അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഒരു സാധനമാണ് അവള്. ഒരിക്കലും നിങ്ങൾക്കൊന്നും അവളെ നേരെയാക്കാൻ പറ്റില്ല. നിങ്ങളെ 3 ആങ്ങളമാര് തലകുതി നിന്നാൽ പോലും അവളുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും കാണില്ല ഗംഗേട്ടാ എന്ന് പറയാണ്. അല്ല ബാല, നിന്റെ തീരുമാനം എന്താ? ഞാൻ പറഞ്ഞല്ലോ, കടപ്പാട്ടൂരേക്ക് വന്നാല് അവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും. ഹോസ്പിറ്റൽ ചെലവ് പോലും അവൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ചെയ്തു കഴിഞ്ഞു. അതൊക്കെ ഞാൻ റീഫണ്ട് ചെയ്ത് കൊടുക്കും. അതല്ല, അവളെ ഫ്ലാറ്റ് എടുത്ത് മാറി താമസിക്കാനാണെങ്കിൽ ആ പൈസ ഞാൻ തിരിച്ചു കൊടുക്കില്ല. അത് മാത്രമല്ല, അവളേക്ക് ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ ഒപ്പിട്ട് അങ്ങ് കൊടുക്കും. അവൾ സ്വസ്ഥമായിട്ടങ്ങ് ജീവിച്ചോട്ടെ. അതല്ല, എൻ്റെ വീട്ടിലേക്ക് അവൾ വരുവാണെങ്കിൽ സമാധാനപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി പതിയെ പതിയെ അലീന അവളുടെ മകളാണെന്ന സത്യം ഞാൻ അറിയിക്കും. എനിക്ക് അതിൽ കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കാനും ഞാൻ ശ്രമിക്കും. പക്ഷേ അവളെ ഞാൻ അങ്ങനെയൊന്നും വെറുതെ വിടില്ല, കുറച്ച് കഷ്ടപ്പെടുത്തും എന്ന് പറയാണ്. ബാല, വൈജി അങ്ങോട്ടേക്ക് അലീന ഉള്ളിടത്തോളം കാലം വരില്ല. അലീന അവിടുന്ന് മാറിയാൽ മാത്രമേ വൈജി വരുള്ളൂ. അതൊക്കെ എനിക്കറിയാൻ ഗംഗേട്ടാ. അവള് പറഞ്ഞോന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷേ അലീന ഇവിടുന്ന് പോവില്ല. കാരണം അലീനയെ കൊണ്ടുവന്നത് ഞാനാ.
ഞാൻ കൊണ്ടുവന്ന ആള് ഇവിടെ തന്നെ നിൽക്കും. ഇപ്പൊ എന്റെ മകളാണെന്നാണല്ലോ പറച്ചില്. അങ്ങനെ അവക്ക് വേണ്ടി എന്റെ മകളെ ഉപേക്ഷിക്കേണ്ട കാര്യം എനിക്കുണ്ടോ ഗംഗേട്ടാ? നിങ്ങൾ തന്നെ പറ. നിങ്ങളുടെ പെങ്ങളുടെ മകളല്ലേ? അങ്ങനെ അവളെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും കളയണമെന്നാണോ നിങ്ങൾ പറഞ്ഞത്? ബാല, കളയണമെന്നല്ല, 1-2 മാസത്തേക്ക് ഒന്ന് മാറ്റി നിർത്താം. സാവകാശം അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അവളെ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ വല്ലതും ആക്കാം. നല്ലതായിട്ട് പഠിപ്പിക്കാം. പഠിപ്പിച്ചവർക്കൊരു ജോലി മേടിച്ചു കൊടുക്കാം. അങ്ങനെ ഇപ്പോ അവളെ ഒഴിവാക്കിയിട്ടെ നിങ്ങളുടെ പെങ്ങളെ അങ്ങനെ സേഫ് ആക്കണ്ട. ഒരിക്കല് നിങ്ങളുടെ പെങ്ങളെ സേഫ് ആക്കാനായിട്ട് നിങ്ങളുടെ അച്ഛനും ബാക്കിയുള്ളവരും നോക്കിയത് കൊണ്ടാ എന്റെ തലയില് അവൾ വന്ന് പെട്ടത്. എന്റെ ജീവിതം നശിപ്പിച്ച്, എന്റെ മക്കളുടെ ജീവിതം നശിപ്പിച്ച്, അലീനയുടെ ജീവിതം നശിപ്പിക്കാൻ കാരണക്കാരി നിങ്ങളുടെ പെങ്ങളാ. അതുകൊണ്ട് ഇനിയിപ്പോ അത് വേണ്ട. അവൾ എവിടെയാണോ അവിടെ തന്നെ ജീവിക്കട്ടെ. സമാധാനപരമായിട്ട് എനിക്ക് സ്വസ്ഥത കിട്ടുമല്ലോ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ബാലനാണെങ്കില് ജ്വല്ലറിലേക്ക് പോവാണ്. ഈ സമയത്ത് ഗംഗേട്ടൻ അലീനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് അലീനോട് പറയുന്നുണ്ട്, നിന്റെ ബാലേന്ദ്രൻ അച്ഛൻ നല്ല വാശിയിലാണല്ലോ. അത് പിന്നെ വാശിയില്ലാതായിരിക്കോ? 10-23 വർഷം സ്വന്തം ഭാര്യ അദ്ദേഹത്തെ ചതിച്ചോണ്ടിരിക്കല്ലായിരുന്നോ? പിന്നെ എങ്ങനെ അദ്ദേഹം നേരെ നിൽക്കും? അദ്ദേഹത്തിന്റെ മനസ്സിപ്പോ പൊട്ടാറായൊരു ബോംബ് പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടെൻഷൻ ഇത്രയ്ക്ക് അടിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞതാ. പക്ഷെ എന്ത് ചെയ്യാനാ, പാവത്തിന്റെ മനസ്സില് വല്ലാതെ വിഷമമാണ് എന്ന് പറയുമ്പോ ഗംഗേട്ടൻ പറയുന്നുണ്ട്, അലീന, നീ ശ്രമിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാനാവൂ. ഞാൻ എന്ത് ചെയ്യാനാ? അച്ഛൻ പറയാതെ എനിക്കിവിടുന്ന് പോവാനൊക്കോ? ആരും ഇല്ലാഞ്ഞപ്പോ എന്നെ കൈപിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ആ പാവം മനുഷ്യനാ. അദ്ദേഹത്തിന്റെ വിഷമം കൊണ്ടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്. എന്നെ കരുവാക്കുവാണെന്നൊക്കെ എന്റെ അമ്മാവന്മാരൊന്ന് പറഞ്ഞു. പക്ഷെ അതിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ഇനി അങ്ങനെ ആക്കിയാലും എനിക്ക് കുഴപ്പമില്ല. കാരണം അദ്ദേഹം ഇതിനോടകം ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു. സ്വന്തം ഭാര്യ ചതിക്കാണെന്ന് അറിഞ്ഞിട്ട് ഇത്രയൊക്കെ കാമായിട്ട് അദ്ദേഹം നിൽക്കുന്നില്ലേ? ഭാര്യയുടെ അവിഹിതത്തിലുള്ള കുട്ടിയെ ഞാനെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം എന്നെ ഇറക്കി വിടാതെ എവിടെ കൊണ്ട് കളയാതെ എന്നെ ഭദ്രമായി മോളെപ്പോലെ നോക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കാണ്. മോളെ, അതെല്ലാം ശരിയായിരിക്കും. പക്ഷെ നിന്റെ അമ്മയും അച്ഛനും ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കണ്ടേ? അതിന് മോളോടുണ്ടെങ്കിൽ പറ്റില്ല. മനസ്സിലായി. പറഞ്ഞെന്താന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് പോണം, അതല്ലേ പറഞ്ഞത്? അതേ മോളെ, മോൾ അവിടുന്ന് മാറി താമസിച്ചാൽ മാത്രമേ വൈജി അങ്ങോട്ടേക്ക് വരുവുള്ളൂ. പിന്നെ സാവകാശം അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. എന്ത് പറഞ്ഞ് മനസ്സിലാക്കാന്നാ അങ്കിൾ പറഞ്ഞത്? ഞാൻ മകളാണെന്നോ? അങ്ങനെ പറഞ്ഞാല് ഉണ്ടാകാൻ പോണ ഭൂകമ്പമൊക്കെ അങ്കിളിന് അറിയാലോ. അതല്ല, ഇനി വേറെ എന്ത് പറഞ്ഞ് അങ്കിളുടെ പെങ്ങളെ ഒതുക്കൂന്നാ നിങ്ങളൊക്കെ കരുതിയത്? ഒരിക്കലും അടങ്ങിപ്പോന്ന ഒരാളൊന്നും അല്ല വൈജു മേഡം. ഇപ്പോ ഫ്ലാറ്റ് എടുത്ത് മാറി താമസിക്കാൻ പോവാണെന്നൊക്കെയാ പറയുന്നത്. അതുപോലെ തന്നെ അച്ഛനെ ഡിവോഴ്സ് പേപ്പർ അയക്കാൻ പോവാണെന്നൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവും. അമ്മ അവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോകണമെന്ന് നോക്കിയിരിക്കുക അച്ഛൻ. അതിനു മുമ്പ് ഇവിടെ നിന്ന് എന്തായാലും എനിക്ക് ഇറങ്ങാൻ പറ്റില്ല അങ്കിളെന്ന് പറയുമ്പോ, മോളെ, അതിനു മുമ്പ് മോൾ ഇറങ്ങുകയാണെങ്കിൽ അവള് കടപ്പാട്ടൂരേക്ക് വരും. അവർ തമ്മിലുള്ള കുറെ പ്രശ്നമൊക്കെ സോൾവ് ആവും. ഈ കാര്യത്തെ പറ്റി ഞാൻ അച്ഛനോട് സംസാരിച്ചതാ. അപ്പൊ അച്ഛൻ പറയാ, നീ ഇവിടെ ഉണ്ടെങ്കിൽ അവക്ക് വരാൻ സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം വന്നാ മതി. അച്ഛന് വലിയ താല്പര്യമില്ലെന്നൊക്കെയാ അച്ഛൻ പറയണത്. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുമ്പോ, ഇവർ ഇടയിൽ കിടന്ന് ഞാനാ മോളെ വട്ടം തിരിഞ്ഞത്. ഇപ്പോ വൈജയോട് പറഞ്ഞ വൈജയ്ക്ക് എന്തായാലും അയാളുടെ മകളോട് താമസിക്കാൻ താല്പര്യമില്ലെന്നാ പറഞ്ഞത്. അങ്കി പിന്നെ എല്ലാരും ഗോവിന്ദൻ നിന്നെ മാറ്റി നിർത്തോ അതും ഇല്ല. അയാള് ഒരുതരം വാശി തീർക്കുക. എന്തിനാ അച്ഛനെ കുറ്റപ്പെടുത്തുന്നത്? അങ്കിളിനാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായെങ്കിൽ അങ്കിൾ അങ്ങനെ റിയാക്ട് ചെയ്യും. സ്വന്തം ഭാര്യയ്ക്ക് കല്യാണത്തിന് മുമ്പ് ഒരു കുട്ടിയുണ്ടെന്നും അത് മറച്ചു വിവാഹം കഴിപ്പിച്ചാണെന്നൊക്കെ അറിഞ്ഞാലേ അച്ഛന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിക്കാണ്. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. അച്ഛൻ പാവം. എല്ലാവരും കൂടി അച്ഛനെ ചതിക്കല്ലായിരുന്നോ? അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും അളിയന്മാരും എല്ലാവരും കൂടി ആ പാവച്ചനെ 23 വർഷക്കാലം ചതിച്ചില്ലേ? അത് ആർക്കാണെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ എനിക്ക് ഇവിടുന്ന് പോണമെന്ന് തന്നെയാ, ഞാൻ പോയിക്കോളാം. പക്ഷേ അതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ അമ്പനും വില്ലും അടുക്കത്തില്ലാത്ത സ്വഭാവമല്ലേ? ആര് പറഞ്ഞാലും അമ്മ അനുസരിക്കില്ല. അമ്മയുടെ അഹങ്കാരവും അഹംഭാവവും ഒക്കെ കുറഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് തീരുമാനം ഉണ്ടാവുള്ളൂ. പണ്ടത്തെ പോലെ അച്ഛൻ എന്നെ ചവിട്ടി മതിക്കാനും ചവിട്ടിയിരിക്കാനൊന്നും അച്ഛൻ സമ്മതിക്കില്ല. എല്ലാം മനസ്സിലാക്കി ചതിക്കപ്പെട്ടവനായിട്ട് അച്ഛൻ നിൽക്കാണ്. ഈ സമയത്ത് മാന്യമായ രീതിയിൽ സ്നേഹത്തോടെ അച്ഛനോട് പെരുമാറിയിട്ട് എങ്ങനെയെങ്കിലും അച്ഛനെ വരുതിക്ക് കൊണ്ടുവരാൻ പറ. അല്ലാതെ ഈ അഹങ്കാരവും ചാട്ടമൊക്കെ ഒന്ന് കുറച്ചു വെക്കാൻ പറ അമ്മയോട് എന്ന് പറയാണ്. പിന്നെ അച്ഛൻ പറഞ്ഞ ഞാൻ ഇവിടുന്ന് പൊക്കോളാം. അദ്ദേഹം പറയാതെ ഞാൻ ഇവിടുന്ന് പോയില്ല.
കാരണം എനിക്കതിന് സാധിക്കില്ല. ആരുമില്ല എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് എന്നെ ഇതുപോലെ പൊന്നുപോലെ നോക്കിയത് ആ അച്ഛനാ. ആ മനുഷ്യൻ പറയാതെ എനിക്കിവിടുന്ന് പോവാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. ശരി മോളെ, ഞാൻ എന്തായാലും അവനോട് സംസാരിച്ച ഈ കാര്യത്തെപ്പറ്റി. അപ്പോ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടില്ലെന്നാ അവൻ പറയണത്. നീ അങ്ങനെ അവിടെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വൈജ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ട് വരില്ല. അത് എനിക്കറിയില്ല അങ്കിളെ, കാരണം അച്ഛൻ പറയാതെ ഞാൻ ഇവിടുന്ന് പോയില്ല എന്ന് പറയുന്നുണ്ട്. ശരി മോളെ, ഞാൻ വൈജയോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കാണ്. ഗംഗേട്ടൻ വൈജയെ വിളിക്കാണ്. എന്തായി വൈജയ കാര്യങ്ങളെല്ലാം? 2-3 ദിവസത്തിനകം ഡിസ്ചാർജ് ആകാന്നാ ഡോക്ടർ പറഞ്ഞത്. എനിക്കിപ്പോ ആങ്ങളമാരൊന്നും ഇല്ലല്ലോ, എല്ലാവരും അവന്റെ ജോലി നോക്കി പോയി. ഇതാ പറഞ്ഞത് ഒരു അപകടം പറ്റി കിടപ്പിലാവണം, അപ്പോഴാ നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുന്നുണ്ട്. ഗംഗേട്ടൻ പറയുന്നുണ്ട്, നിന്റെ അഹങ്കാരം കൊണ്ടല്ലേ, അല്ലെങ്കിൽ നിന്റെ ഭർത്താവും നിന്റെ മക്കളും ഞങ്ങൾ എല്ലാവരും നിന്നെ പൊന്നുപോലെ നോക്കിയേനെ. പിന്നെ ശിവനും രാജീവനും അവർക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ, അവരുടെ ജീവിത മാർഗമല്ലേ. അതുപോലെ തന്നെ ഞാനും ഇവിടെ കുറച്ച് പ്രശ്നത്തിലാ. അങ്ങനെ വന്ന് എനിക്ക് നിൽക്കാൻ പറ്റുമോ? നിന്റെ ഭർത്താവാണ് നോക്കേണ്ടത്. അയാളെ നീ വെറുപ്പിച്ച് അകറ്റി നിർത്തിയിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെയാ? പിന്നെ നീ സ്നേഹിക്കുന്ന നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ 2 തലതെറിച്ച മക്കളുണ്ടല്ലോ, അവര് പിന്നെ വന്ന് നിൽക്കാൻ പോലും കൂട്ടാക്കില്ല. പിന്നെ കൃഷ്ണയെ മലീനയാണെങ്കിൽ നിന്നെ നോക്കാന് അവർക്ക് സമ്മതാണ്. പക്ഷെ അവര് വരുന്നതിനോട് നിനക്ക് താല്പര്യമില്ലല്ലോ എന്ന് പറയുമ്പോ, അലീന പോലും അവൾ എന്നെ നോക്കണ്ട, അവളെ നോക്കിയിട്ട് അങ്ങനെ എനിക്ക് ഇവിടെ എണീക്കാൻ വേണ്ട എന്ന് പറയുമ്പോ ഗംഗേട്ടൻ പറയാണ്, ഈ വാശിയും ദേഷ്യമൊക്കെ നീ ഉപേക്ഷിക്ക്, അതായിരിക്കും നിന്റെ ജീവിതത്തിന് നല്ലത്. അല്ല, ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാനാണ് നിന്റെ ഉദ്ദേശം? ഗംഗേട്ടാ, ഞാനത് പറഞ്ഞു കഴിഞ്ഞു. അലീന കടപ്പാട്ടൂർന്ന് പോവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങോട്ടേക്ക് പോകും. അല്ലെങ്കിൽ അവളുടെയും അയാളുടെ മുമ്പില് കൂനിക്കൂടി അവിടെ പോയി അവരുടെ എച്ചിൽ തിന്നാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാന് വേറെ ഫ്ലാറ്റ് നോക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് മാറാൻ പോവാ. അത് മാത്രല്ല, അയാൾക്കുള്ള ഡിവോഴ്സ് നോട്ടീസും ഞാൻ അയക്കും. അപ്പൊ ഗംഗയോട് ചോദിക്കാണ്, നീ എന്ത് കണ്ടിട്ടാ ഇങ്ങനെ ഇളകുന്നത്? നീ എന്താ അത്രയ്ക്ക് പതിവ്രത വല്ല ആണോ? അല്ലല്ലോ, നിന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ചൊക്കെ അയാൾ അറിഞ്ഞാലുണ്ടല്ലോ ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥ. ഇപ്പോ ഞങ്ങൾ രണ്ടും ഒരേ തൂവൽ പക്ഷികളല്ലേ ഗംഗേട്ടാ. എന്തായാലും ഞാൻ പെറ്റ കൊച്ചൊന്നും ഇങ്ങോട്ട് കയറി വന്നില്ലല്ലോ, അയാൾക്കുണ്ടായ കൊച്ചല്ലേ കയറി വന്നത്. എന്റെ ഭാഗത്തുനിന്ന് ഒരു ശല്യവും അയാൾക്കുണ്ടായില്ലല്ലോ. സത്യങ്ങളെല്ലാം അയാൾ അറിഞ്ഞില്ലെന്നല്ലേ ഉള്ളൂ. ഇതിപ്പോ അയാളുടെ സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞില്ലേ, നാട്ടുകാരറിഞ്ഞില്ലേ, എല്ലാവരുടെ മുമ്പിൽ ഞാനൊരു 2ാം തരക്കാരി ആയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. നിന്റെ പഴയകാല കഥകളൊക്കെ അറിഞ്ഞാലേ എല്ലായിടത്തും നീ ആയിരിക്കും നാറാൻ പോണത്. നിനക്ക് വേണ്ടി പലരും സാക്രിഫൈസ് ചെയ്ത് ജീവിക്കാ, നീ ഇത് മനസ്സിലാക്ക്. അതുകൊണ്ട് അലിനെ തൽക്കാലം അവിടെ നാളെ പറഞ്ഞു വിടില്ല. അങ്ങനെയെങ്കില് ഞാൻ പോണമില്ല. അലീനയാണോ ഞാനാണോ മുഖ്യമെന്ന് അയാളോട് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു അലീനയാണ്. പിന്നെ ഞാൻ എന്തിനാ ഗംഗേട്ടാ അങ്ങോട്ട് പോകുന്നത്? ഒരു ഭാര്യയായ എന്നെക്കാട്ടിലും അയാൾക്ക് അവിഹിതത്തിൽ ജനിച്ച ഒരു കുട്ടിയാണ് വലുതെങ്കിൽ അവിടെ നിന്നോട്ടെ, എനിക്കൊരു പരാതിയില്ല. പക്ഷേ എനിക്കത് നല്ല സംശയമുണ്ട്. അയാളുടെ മകളാണെന്ന് പറഞ്ഞതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. ആ സമയത്തൊക്കെ അയാൾ ഗൾഫിലായിരുന്നു. അയാള് നാട്ടിലൊരാളുടെ പ്രേമമായെന്നൊക്കെയാ പറഞ്ഞത്. പക്ഷെ അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന കഥയൊന്നും അല്ല. അയാൾക്ക് ഇങ്ങനൊരു മകളില്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അങ്ങനെ നോക്കുകയാണെങ്കിൽ അയാൾക്കിപ്പോ അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാ അവളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഇത്രയും കോടീശ്വരനല്ലേ, സ്വത്ത് മുതലൊക്കെ കണ്ടപ്പോ അവളുടെയും കണ്ണ് മഞ്ഞളിച്ച് കാണും. സ്വന്തം അച്ഛന്റെ പ്രായം ഉണ്ടെന്ന് പോലും ഓർക്കാതെ അവളും എല്ലാത്തിനും സമ്മതിച്ചു കാണും. ദേ, നിന്റെ പിഴച്ച നാക്ക് കണ്ടിച്ചെടുക്കും ഞാൻ കേട്ടോ. നിന്നെപ്പോലെ തന്നെയാ നിന്റെ നാക്കും പിഴച്ചതാ എന്ന് പറയുമ്പോ വൈജയന്തി ഒന്നും മിണ്ടുന്നില്ല. സ്വന്തം അച്ഛനെ മകളെയാണ് നീ സംശയിക്കുന്നുള്ള കാര്യം മറക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിന്റെ ആങ്ങളമാരല്ലേ, ഞങ്ങളെ വെച്ച് അയാൾ നിന്നെ സംശയിച്ചൂടെ? നിന്റെ അച്ഛനെ വെച്ച് സംശയിച്ചാലോ നിനക്ക് സഹിക്കാനാവുമോ? അതുപോലെ തന്നെയല്ലേ അയാൾക്കും. ഒരാളെ കുറ്റപ്പെടുത്തുമ്പോ അയാളുടെ ഭാഗത്തുനിന്നും കൂടി ചിന്തിച്ചു നോക്കണം. നമ്മളെയാണ് മറ്റുള്ളവർ അങ്ങനെ പറയുന്നതെങ്കിൽ നമ്മളുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം. അങ്ങനെയാകുമ്പോ ഇങ്ങനെയൊന്നും പറയാൻ തോന്നില്ല എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുമ്പോ അവളൊന്നും മിണ്ടാതെ നിൽക്കാട്ടോ. ഞാൻ പറഞ്ഞനുസരിക്കെങ്കില് നീ ഇപ്പോ തൽക്കാലം കടപ്പാട്ടൂരേക്ക് ചെല്ല്. അവിടെ ഒരു ഹോം നഴ്സിനെ കൂടെ നിർത്താം. അലീനെ നിന്റെ കാര്യങ്ങളെല്ലാം നന്നായി നോയിക്കോളും. നിന്റെ മക്കളും നിന്റെ ഭർത്താവും നിനക്ക് വേണ്ടേ, അതോ എന്നത്തെയും പോലെ ഇങ്ങനെ ജീവിച്ചാ മതിയോ എന്ന് ചോദിക്കുമ്പോ, ഞാൻ പറഞ്ഞല്ലോ ഗംഗേട്ടാ, എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. അലീനുണ്ടെങ്കിൽ ഈ വൈജയന്തി ആ പടി കയറില്ല. അന്ന് അവിടുന്ന് ഞാൻ ഇറങ്ങിയത് ഒരുപ്പോക്കാണെന്ന് തന്നെ കരുതിയാ മതി. മരണത്തിലേക്ക് പോകേണ്ടതായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഇതിപ്പോ ദൈവം തന്ന 2ാം ജന്മമാ.
ആ ജന്മത്തില് അവളുടെ അടിമയായിട്ട് ജീവിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അതുകൊണ്ട് എന്തായാലും ഇവിടെ നിന്നിറങ്ങിയ അടുത്ത സെക്കൻഡ് തന്നെ ഞാൻ വേറെ ഫ്ലാറ്റിലേക്ക് പോകും. എല്ലാം ഞാൻ ഇവിടെ കിടന്ന് റെഡിയാക്കുന്നുണ്ട് എന്ന് പറയാണ്. വൈജെ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്ക്. അലീന 2 മാസം കഴിയുമ്പോ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് അവള് ദൂരേക്ക് പോവാ. അതുവരെയെങ്കിലും നീ ഒന്ന് സമാധാനപ്പെട്. 2 മാസം പോയിട്ട് 2 നിമിഷം പോലും അവളെ കാണുന്നത് എനിക്ക് അറപ്പാ, വെറുപ്പാ. അവളെനിക്ക് കാണുക പോലും വേണ്ട. അങ്ങനെയുള്ളപ്പോഴല്ലേ 2 മാസം അവളുടെ കീഴെ പോയി ഞാൻ കിടക്കണമല്ലേ? ഒന്ന് അനങ്ങാൻ പോലും വയ്യാതെ അവളുടെ മുമ്പിൽ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും ഞാൻ യാചിക്കണമല്ലേ എന്നൊക്കെ ചോദിക്കാണ്. ഇല്ല ഗംഗേട്ടാ, ഞാൻ എന്തായാലും നേരെ ഫ്ലാറ്റിലേക്ക് പോവാ. 2 മാസം കഴിയുമ്പം അവൾ പോകുന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ച് കടപ്പാട്ടൂരേക്ക് പോയിക്കോളാം. അപ്പോ നീ പറഞ്ഞ ഡിവോഴ്സ് ഫയലോ? അയാളുടെയും അവളുടെയും നീക്കങ്ങൾ എങ്ങനെയാന്ന് നോക്കട്ടെ, എന്നിട്ട് വേണം അതിനെക്കുറിച്ചൊക്കെ എനിക്ക് തീരുമാനിക്കാൻ എന്ന് പറയുന്നുണ്ട്. നിന്നോടും ബാലേന്ദ്രനോടൊക്കെ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാവരുടെയും തീരുമാനങ്ങൾ ഇതാണെങ്കിൽ പിന്നെ ഞാൻ അതിൽ ഇടപെടുന്നില്ല. നിങ്ങളുടെ പാടായി. നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം. ഇനി എന്നോടൊന്നും പറയാനും വരണ്ട. നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വിളിച്ച് എന്നെ അറിയിക്കാനും നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുകയാണ് കേട്ടോ. അവള് മനസ്സിൽ കരുതുകയാണ്, അല്ലേലും എല്ലാ ബന്ധങ്ങളും ഇത്രയൊക്കെ ഉള്ളൂ. അവനവന്റെ കാര്യം വരുമ്പം ആർക്കും മറ്റുള്ളവരെ നോക്കാൻ കൂടി വയ്യ എന്ന് പറയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് അവളുടെ പഴയൊരു സുഹൃത്ത് വരുന്നുണ്ട്. അപ്പോ വൈജ ആ ഒരു ഫ്ലാറ്റിന്റെ കാര്യമൊക്കെ പറയാണ്. കമ്മീഷൻ എത്ര വേണമെങ്കിലും തരാം, നല്ല ഫ്ലാറ്റ് ആയിരിക്കണം, എന്റെ മക്കളെയും കൊണ്ടും കൂടെ പോകാനാണ്. അതുപോലെ തന്നെ എനിക്കൊരു ഹോം നേഴ്സിനെയും റെഡിയാക്കി തരണമെന്ന് പറയുമ്പോ എല്ലാ കാര്യങ്ങളും അയാൾ ഏൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയാൾ അവിടുന്ന് പോവാണ്. അങ്ങനെ ഡിസ്ചാർജിന്റെ ദിവസം വന്നിരിക്കുകയാണ്. ഡിസ്ചാർജ് ചെയ്യാൻ അവിടെ ഗോവർദ്ധനും അതുപോലെ തന്നെ ബാലേന്ദ്രനും ബബിതയും കൃഷ്ണമോളും എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ. കമലയൊക്കെ വന്നിട്ടുണ്ട്. അവിടുന്ന് വണ്ടി അങ്ങോട്ട് നമ്മുടെ കൃഷ്ണ ചോദിക്കുകയാണ്, അമ്മേ വീട്ടിലേക്കല്ലേ, ആംബുലൻസിൽ അങ്ങോട്ടേക്ക് തന്നെ പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പം പറഞ്ഞൊന്നും നിനക്ക് മനസ്സിലായില്ലേ, ബബിത രോഹിത്ത് ലഗേജെല്ലാം എടുത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. എടുത്തമ്മി എന്ന് പറയുന്നുണ്ട്. ഞാൻ പുതിയ ഫ്ലാറ്റിലേക്ക് മാറുകയാണ്, അങ്ങോട്ടേക്ക് നിനക്ക് വരുന്നുണ്ടെങ്കിൽ വരാം. അതല്ല നിന്റെ അച്ഛനും ആ പിഴച്ചോളുമാണ് നിനക്ക് വേണ്ടെങ്കിൽ അവിടെ തന്നെ നിന്നോ, ഞാൻ എന്റെ മക്കളെയും കൊണ്ട് അങ്ങോട്ട് പോവാന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല അപ്പൊ തീരുമാനിച്ചോ? കടപ്പാട്ടൂരിക്കപ്പോ നീ വരുന്നില്ലല്ലോ? ഇല്ല, ഈ വൈജയന്തിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. പിന്നെ ദാ ഈ ചെക്ക്. നിങ്ങളുടെ സഹോദരിമാര് എനിക്ക് കെയർ ടേക്കറായിട്ട് കുറച്ചു ദിവസം നിന്നല്ലോ. പിന്നെ ഈ ഗോവർദ്ധനും കുറച്ച് ഓടി നടന്നല്ലോ. അതിനൊക്കെ വേണ്ടി നിങ്ങൾ ചോദിച്ച 50,000 രൂപയുടെ ചെക്കായത്. ബാക്കി ബില്ലെല്ലാം പൈസയെല്ലാം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആരുടെയും ഔദാര്യത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് വൈജയനെ അവിടുന്ന് ഒരു സ്ട്രക്ചറിൽ ഇങ്ങനെ കൊണ്ടുപോവാണ്. അങ്ങനെ ആംബുലൻസിൽ കയറ്റി നമ്മുടെ ബബിതയും അതുപോലെ രോഹിത്തും കൂടി അവിടുന്ന് ആംബുലൻസിൽ കയറി ഇവരുടെ കൂടെ പോവാണ് കേട്ടോ. കമലയും ഇത് നോക്കി കമലയും അവരുടെ കൂടെ പിന്നാലെ കാറിന് പോവാണ്. കമലയും ഹരിയും കൂടെ കേട്ടോ. അങ്ങനെ കൃഷ്ണമോളാണെങ്കിൽ അച്ഛനോട് പറയാണ്, ഇനിയിപ്പോ ഒരിക്കലും അമ്മ നമ്മുടെ വീട്ടിലേക്ക് വരില്ല അച്ഛാ എന്ന് ചോദിക്കുമ്പം അലീന പറയാണ്, ഞാൻ പോയാല് നിങ്ങളുടെ അമ്മ വരും മോളെ. അച്ഛാ അത് തന്നെയായിരിക്കും ശരി. ഞാൻ പഠിക്കാനോ അല്ലെങ്കിൽ വേറെ ഹോം നേഴ്സ് ആയിട്ടൊക്കെയോ എങ്ങോട്ടെങ്കിലും പോയി നിന്നോളാം. അമ്മ തിരിച്ചു വരട്ടെ, നിങ്ങളെ സന്തോഷത്തോടെ പഴയതുപോലെ ജീവിക്കണം. നീ പറഞ്ഞ പോലെ അങ്ങനെ നീ പോയിട്ട് അവൾ അങ്ങോട്ടേക്ക് വരണ്ട. അവളെ ഒന്നും ചെയ്യാത്തൊരു പതിവ്രത വന്നിരിക്കുന്നു. അവൾ എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ. അവളും അവളുടെ മക്കളും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ആങ്ങളമാരൊന്നും ഇനി അവളെ സഹായിക്കാൻ ചെല്ലില്ല. ആരുമില്ലാതെ അവൾ അവിടെ കിടന്ന് നരയിക്കണം. അപ്പൊ മനസ്സിലാവും എന്താണ് ഭർത്താവിന്റെ വിലയെന്നും ഈ വീടിന്റെ വിലയെന്നൊക്കെ അവൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു അവസ്ഥയില് അവള് സ്വമേധയാ അവള് തിരിച്ചു വരണം. അവളുടെ കൊമ്പൊന്നൊടിക്കണം. ഇത്രയൊക്കെ അവള് കാണിച്ചു കൂട്ടി, ഇത്രയൊക്കെ അഹങ്കാരം കാണിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയി വിളിക്കേണ്ട കാര്യമുണ്ടോ? അവള് മര്യാദയ്ക്ക് തിരികെ വന്ന് കാല് പിടിച്ച് ആ വീട്ടിൽ കയറിയാൽ മതി, അല്ലാതെ അവൾ അങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രനാണെങ്കില് ഗോവർദ്ധനെയും അതുപോലെ അയാളുടെ വൈഫിനെയും പിന്നെ കൃഷ്ണയും അലീനയും വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിപ്പോവാണ്. അവരവരുടെ കാറിന് കടപ്പാട്ടൂരേക്ക് പോകുന്നുണ്ട്. ഇതേ സമയത്ത് പുതിയ ഫ്ലാറ്റിലേക്ക് വൈജയനെയും കൊണ്ട് ആംബുലൻസ് ചെല്ലാണ്. അങ്ങനെ അവിടെ വൈജയും അതുപോലെ മക്കളെയും പിന്നെ കമലയും ഹരിയൊക്കെ അവിടെ ഇറങ്ങാണ് കേട്ടോ. അങ്ങനെ ആ റൂമിലേക്ക് കൊണ്ടുവന്ന് കിടത്തുന്നുണ്ട്, ഒരു കട്ടിലേക്ക്. നേരത്തെ തന്നെ കമലയും അതുപോലെ മറ്റേ പുള്ളിയൊക്കെ പോയി നോക്കി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഫർണിച്ചറും ബാക്കി എല്ലാവരും എത്തിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഹോം നേഴ്സിനെയും അവിടെ കൊണ്ടുവന്നാക്കാണ്.
കമല പറയുന്നുണ്ട്, എന്തായാലും ഇത്രയൊക്കെ ആയല്ലോ, അയാളുടെയും അവളുടെയും കീഴിൽ നിന്ന് വന്നതിന് നന്നായി. ബബിത പറയാണ്, അതേ അമ്മേ, അവിടെ ഒരു നരകായിരുന്നു. അവൾ എനിക്ക് ചുരിദാറാണെന്ന് കരുതി ഞാൻ കൃഷ്ണങ്ങളെ ഓടിച്ചെന്നപ്പോ അച്ഛൻ പറയാ അത് അവൾക്കുള്ളതാണ്. അവൾക്ക് എന്തൊക്കെയാ അച്ഛൻ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നറിയോ? ഞങ്ങൾ 2 പെൺമക്കളുണ്ടെന്ന് പോലും അച്ഛൻ ഓർക്കാറില്ല. അവളുടെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിക്കൂ, അവൾ ഉണ്ടാക്കിയ കാപ്പിയെ കുടിക്കൂ, അവൾ അലക്കിയ ഡ്രസ്സ് ഇടൂ, അങ്ങനെ എല്ലായിടത്തും ഇപ്പൊ അലീനയുടെ കയ്യാ. ആ വീട് മൊത്തം ഇപ്പോ അലീനയുടെ കൺട്രോളാ. അങ്ങനെയുള്ള ആ വീട്ടില് ഞാൻ ഏട്ടനൊക്കെ ശ്വാസം മുട്ടി കഴിയാ. പിന്നെ അവള് കൃഷ്ണമോള് അവക്കതിനുള്ള വിവരമൊന്നും ആയിട്ടില്ല. കൊച്ചുകുട്ടിയല്ലേ, അവക്ക് വിവരം വെക്കുമ്പോ അവള് പഠിച്ചോളൂ. അലീന ഇപ്പോ എല്ലാ ജോലിയും അവളെ കൊണ്ടോട്ട് ചെയ്യിക്ക. പാവം അതൊന്നും അറിയാതെ അവളുടെ കൂടെ കൂടി അയലിന ചേച്ചിക്ക് ഭയങ്കര സ്നേഹമാണെന്നും പറഞ്ഞ് എല്ലാം അവള് ചെയ്തു കൊടുത്തോണ്ടിരിക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, കുറച്ചു ദിവസം കഴിയട്ടെ, അവളെ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നൊക്കെ എനിക്കറിയാം. എന്റെ മക്കൾ അങ്ങനെ എന്റെ കൂടെ നിന്നാ മതി. അയാളുടെ മോളാതെങ്കില് അയാള് അവിടെ വെച്ചോണ്ടിരിക്കട്ടെ. എനിക്ക് അവളുടെ സ്വത്ത് മുതലും ഒന്നും ആവശ്യമില്ല. പക്ഷെ അതൊന്നും ഞാൻ അവളെ കൂടെ തീറ്റിക്കില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കമല പറയാണ്, എങ്കിലും ഏട്ടത്തി ഞാൻ പോവാ, അവിടെ രഞ്ജി വരാറായി എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് പോയാ പോരെ ആന്റി എന്ന് ബബിത ചോദിക്കുമ്പം, അയ്യോ സമയമില്ല മോളെ, പിന്നെ ഹോം നേഴ്സ് ഉണ്ടല്ലോ ഇവിടെ ചെയ്യാൻ, ഹരി പോവാടാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് ബബിത പറയുന്നുണ്ട്, എന്നാല് അമ്മേ ഞാന് മുറിയിലേക്ക് പോയിട്ട് എന്റെ ഡ്രസ്സൊക്കെ നടുക്കി വെക്കട്ടെ എന്ന് പറഞ്ഞ് രോഹിത്തും ബബിതയും 2 വഴിക്ക് 2 മുറിയിലേക്ക് കയറി പോവാണ്. ഹോം നേഴ്സ് വന്നിട്ട്, എന്തായാലും സാധനങ്ങളെല്ലാം ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അല്ലെ, ഞാൻ എന്തേലും കുക്ക് ചെയ്ത് തരണോ എന്ന് ചോദിക്കുമ്പം അതെന്തൊരു ചോദ്യമാ? നിങ്ങളെ ഹോം നേഴ്സ് മാത്രമല്ലല്ലോ, വീട്ടിലുള്ള ജോലികൾ ചെയ്യാൻ വേണ്ടിയല്ലേ ഏർപ്പാടാക്കിയത്. ആര് പറഞ്ഞു? എന്നോട് വയ്യാതെ കിടക്കുന്ന ഒരാളെ നോക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ വേറൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾക്കുള്ള ഫുഡ് തയ്യാറാക്കേണ്ട ഉത്തരവാദിത്തം അതെനിക്കുള്ളതാ. നിങ്ങൾക്കുള്ള ഫുഡെല്ലാം ഞാൻ തയ്യാറാക്കി തരും. പക്ഷെ നിങ്ങളുടെ മക്കൾക്കുള്ള ഫുഡൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ വീട് ക്ലീനിങ്ങോ അങ്ങനെ ഒരു ജോലിയും ഞാൻ ചെയ്യില്ല. അതിന് നിങ്ങൾ സെപ്പറേറ്റ് ജോലിക്കാരെ വെച്ച് മാത്രമേ പറ്റുള്ളൂ. എന്റെ ഡ്യൂട്ടി നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാന്നാണ്. നിങ്ങളെ കുളിപ്പിക്കണം, വസ്ത്രം മാറ്റണം, നിങ്ങളെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യിപ്പിക്കണം, അതുപോലെ നിങ്ങളെ മരുന്ന് തരണം, ഭക്ഷണം തരണം, നിങ്ങളുടെ എല്ലാ കാര്യവും നോക്കണം. അത് ഞാൻ കൃത്യമായി ചെയ്യും. അല്ലാതെ വീട്ടുജോലിയൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അത് ആരെയാന്ന് വെച്ചാ വിളിച്ച് ചെയ്യിപ്പിച്ചോണം എന്നും പറഞ്ഞുകൊണ്ട് അവരകത്തേക്ക് കയറി പോവാണ്. അപ്പോഴേക്കും വൈജ ഫോൺ എടുത്ത് അയാളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോ, ഒരു ജോലിക്കാരിയെ കൂടി അപ്പോയിന്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബബിതയും രോഹിത്തും ആണെങ്കിൽ പുതിയ മുറിയൊക്കെ സെറ്റ് ചെയ്ത് അവരവിടെ ഫോണൊക്കെ ഞോണ്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയത്ത് ഹോം നേഴ്സ് ആണെങ്കിൽ കുളിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവരിറങ്ങി പോണുണ്ട്. വൈജയ്ക്കാണെങ്കിലോ പെയിൻ എടുത്തിട്ട് നല്ല വേദനയായിട്ട് ബബിതയെന്ന് അവിടെ കിടന്ന് വിളിക്കാണ്. 2 പേരും ഹെഡ്സെറ്റ് ഒക്കെ കുത്തി പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരിക്കും. കുറെ നേരം വിളിച്ച് ഒച്ചയടച്ച് ചുമക്കുന്നൊക്കെയാണ് കേട്ടോ വൈജ. അങ്ങനെ ഹോം നേഴ്സ് കയറി വരുമ്പോഴേക്കും ചുമച്ച് ആകെപ്പാടെ വശം കെട്ട് കിടക്കുന്ന വൈജനെ കാണുകയാണ്. അയ്യോ എന്ത് പറ്റി മേഡം ചോദിക്കുമ്പം, നിങ്ങൾ എവിടെ പോയി കിടക്കായിരുന്നു? ദേ എന്റെ തൊണ്ട ഇപ്പൊ പൊട്ടിയാനേ, ചുമച്ച് ഞാൻ മടുത്തു. ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി ഞാൻ കിടന്ന് വിളിക്കായിരുന്നു. മേഡത്തിന്റെ 2 മക്കളോടുണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ കുളിക്കാൻ പോയത്. അല്ലെ പിന്നെ ഞാൻ എപ്പോ കുളിക്കാനാ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഹോം നേഴ്സ് ആണെങ്കിൽ വെള്ളമൊക്കെ കൊടുത്ത് വൈജനെ നേരെ ഇരുത്താണ്. എന്നിട്ട് പോയിട്ട് ബബിതയുടെ രോഹിത്തിന്റെ മുറിയിലേക്ക് കഥക് ഡോറ് മുട്ടുമ്പം അവർ 2 എഴുന്നേറ്റ് വരുന്നുണ്ട്. അല്ല പിള്ളാരെ, ഇത് നിങ്ങളുടെ അമ്മയല്ലേ, പിന്നെ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമില്ലാത്തവരെ പെരുമാറുന്നതോ? അമ്മയുടെ അടുത്തൊന്ന് ഇരിക്കുവോ, ആ കൈകാലൊക്കെ തിരുമ്മി കൊടുക്കുവോ, സ്നേഹത്തോടെ സംസാരിക്കുവോ, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യത്തില്ല 2 പേർക്കും എന്ന് ചോദിക്കാണ്. അതിനൊന്നും ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് മാത്രല്ല ജോലി ചെയ്യാനല്ലേ നിങ്ങളെപ്പോൾ ഉള്ളവരൊക്കെ, പിന്നെ ഞങ്ങളെന്തിനാ ജോലി ചെയ്യേണ്ടത്? അതെ, നിങ്ങളുടെ അമ്മയെ നോക്കുന്ന ഡ്യൂട്ടി മാത്രമേ എനിക്കുള്ളൂ, അല്ലാതെ നിങ്ങളുടെ ഫുഡിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല. അതൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചോണം. എനിക്കുള്ളതും കൂടി നിങ്ങൾ വേണം ഉണ്ടാക്കാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോ വൈജ ബബിജോട് പറയുന്നുണ്ട്, വിഷമിക്കണ്ട, ഇന്നത്തേനുള്ള ഫുഡൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. നാളെ മുതല് വേറെ ജോലിക്കാരിയും കൂടി വരും, അതോടുകൂടി ഈ പ്രശ്നം സോൾവ് ആയിക്കോളും എന്ന് പറയാണ്. അങ്ങനെ പറയുമ്പോ ബബിജ രോഹിത്തും ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഹോ, ഇപ്പോഴത്തെ കാലത്തും ഇങ്ങനത്തെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ അല്ലെ. വലിയ വീട്ടിൽ വളരുന്ന എല്ലാ പിള്ളേരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാ. തന്തയോടും തള്ളയോടൊന്നും ഒരു സ്നേഹവും ഇല്ല. വീട്ടുജോലിയാണെങ്കിലോ അറിയത്തുകൂടിയില്ല. ഇട്ട തുണി വരെ ഊരി അതിലേലി ഇട്ടിട്ട് പോകുന്ന പിള്ളേരല്ലേ. ഏത് നേരം ചെവിക്കകത്ത കുന്ത്രാണ്ടം കുത്തിക്കയറ്റി ഫോണും നോക്കിക്കൊണ്ട് നടന്നോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജിനടുത്ത് വന്നിട്ട് അവൾക്ക് കഞ്ഞിയൊക്കെ വാരി കൊടുക്കുന്നു കേട്ടോ. അല്ല മേഡം, മേഡത്തിന് ഈ 2 പിള്ളേരേ ഉള്ളോ?
വേറെ രണ്ടും കൂടി ഇല്ലേ, 2 പെൺപിള്ളാര്? ഞാൻ ആപ്പാടെ 3 പ്രസവിച്ചിട്ടുള്ളൂ, 2 പെണ്ണും ഒരാണും. അല്ല മേഡം, കടപ്പാട്ടൂര് ബാലേന്ദ്രൻ സാറിന് ഒരു പെങ്കൊച്ചൂടി ഇല്ലേ? അതൊന്നും എനിക്കറിയില്ല. നീ കുടുംബകാര്യം അന്വേഷിക്കാൻ വന്നാണോ? അയ്യോ അല്ല മേഡം, നമ്മളൊരു കുടുംബത്തേക്ക് വന്ന് ഹോം നേഴ്സായിട്ടൊക്കെ ജോലിക്ക് നിൽക്കുമ്പോഴേ അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു വെക്കണ്ടേ, ഞാനങ്ങനെ അന്വേഷിച്ചതാ. അപ്പോഴാ അറിഞ്ഞത് ആ സാറിന് നേരത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നെന്നും നിങ്ങൾ 2ാം തരം വരുന്നൊക്കെ. ദേ, മര്യാദക്കിരുന്നാ മതി, ആവശ്യത്തെ കാര്യങ്ങളൊന്നും ഇടപെടാൻ നിൽക്കണ്ട. എന്റെയും മക്കളുടെയും എന്റെ കാര്യങ്ങൾ നോക്കുക, അത് മാത്രം മതി. മനസ്സിലായല്ലോ? മനസ്സിലായി മേഡം എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ബാലേന്ദ്രൻ പോയിട്ട് അയലൂടെ പറയുന്നുണ്ട്, അവളുടെ വാശി ജയിച്ചു. അവൾ ഒറ്റയ്ക്ക് താമസിക്കണമെന്ന് പറഞ്ഞു, ഒറ്റയ്ക്ക് താമസിച്ചു. ഇനിയിപ്പോ നമ്മൾ അവളുടെ കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. അച്ഛാ, ഞാനൊരു കാര്യം വരട്ടെ, എനിക്ക് പഠിക്കാൻ പോണമെന്നുണ്ട്. പഠിക്കാൻ പോണമെന്നോ? എവിടെ? അല്ല, ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ നിന്ന് നന്നായിട്ടൊരു ജോലിക്ക് പഠിക്കണമെന്നുണ്ട് ഭാവിയിലേക്ക്. അത് ആവശ്യമല്ലേ? അല്ല, നിന്നെ ഗംഗേട്ടൻ വിളിച്ചിരുന്നോ? അത് പിന്നച്ചാ, വിളിച്ചിരുന്നു. ഓ, അപ്പൊ ഇത് അവന്റെ ഐഡിയ അല്ലേ, നിന്നെ ഇവിടുന്ന് മാറ്റി പെങ്ങളെ കൊണ്ട് സേഫ് ആക്കാനായിട്ട്? അച്ഛാ, അമ്മാവൻ പറഞ്ഞാലും കാര്യമില്ലേ? ഞാനിവിടുന്ന് പോയാലേ അമ്മ ഇങ്ങോട്ടേക്ക് വരുള്ളൂ. കൃഷ്ണമോക്കും അവളുടെ അമ്മയെ വേണ്ടേ? അതുപോലെ അവർ രണ്ടുപേരും ഇപ്പോ വഴിതെറ്റ് നടക്കാ. അച്ഛനുണ്ടെങ്കിലേ അവരെ നേരെയാക്കാൻ പറ്റുള്ളൂ. ഞാൻ വരുന്നതിന് മുമ്പ് ഈ വീട് എങ്ങനെയായിരുന്നു അതുപോലെ സന്തോഷത്തോടെ ഇനി തിരിച്ചു പോണം. അതുകൊണ്ട് ഞാൻ പോയിക്കോളാം, അതാ നല്ലത്. അങ്ങനെ ഇവിടുന്ന് നീ പോയിട്ടെ ആർക്കും സന്തോഷം നേടിത്തരേണ്ട കാര്യമൊന്നുമില്ല. അവക്ക് വേണമെങ്കിൽ അവള് വരും, അല്ലെങ്കിൽ അവള് വരണ്ട. നീ പഠിക്കാനും പോകണ്ട, ഒന്നിനും പോകണ്ട. നിന്റെ പഠിത്തമൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നും പറഞ്ഞോട് ദേഷ്യപ്പെട്ട് പോന്നുണ്ട് കേട്ടോ. കൃഷ്ണമോള് പറയാണ്, ചേച്ചി അപ്പൊ ഇവിടുന്ന് പോവാണോ? ഞാൻ പോണം മോളെ, എങ്കിൽ മാത്രമേ നിങ്ങളുടെ കുടുംബം പഴയതുപോലെ ആവുള്ളൂ. അമ്മയും അച്ഛനും സഹോദരങ്ങളും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സംഭവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇവിടുന്ന് പോവും. മോളുടെ അമ്മ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യും എന്ന് പറയുന്നുണ്ട് കേട്ടോ.